പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ UFO വീഡിയോ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും നിഗൂഢതകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ആകാശത്ത് അത്യന്തം വിചിത്രമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങളിൽ 8 കോണുകളുള്ള ഒരു നക്ഷത്ര രൂപമാണ് കാണപ്പെടുന്നത്. ഇത് കേവലം ഒരു അന്യഗ്രഹ പേടകമാണോ അതോ പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന മാലാഖമാരാണോ എന്ന തർക്കമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ സജീവമായിരിക്കുന്നത്. 2013 US സെൻട്രൽ കമാൻഡ് ഉദ്യോഗസ്ഥർ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങളെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലുള്ള UFO വെളിപ്പെടുത്തൽ നയത്തിന്റെ ഭാഗമായാണ് war.gov എന്ന ഡാറ്റാബേസ് വഴി ഈ രഹസ്യ ഫയലുകൾ പുറത്തുവിട്ടത്. ദശകങ്ങളായി അമേരിക്ക ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇത്തരം രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് ശാസ്ത്രലോകത്തെയും വിശ്വാസികളെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ 8 കോണുള്ള വസ്തു വിമാനത്തിന്റെയോ മറ്റു മനുഷ്യനിർമ്മിത പേടകങ്ങളുടെയോ യാതൊരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നിഗൂഢത. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ കോൺഗ്രസ് അംഗമായ അന്ന പൗളീന ലൂണ നടത്തിയ പ്രതികരണം ചർച്ചകളുടെ ഗതി മാറ്റുകയുണ്ടായി. ഒഫാനിം എന്ന വിശേഷണത്തോടെ അവർ പങ്കുവച്ച ഒരു ചിത്രം വലിയൊരു ദൈവശാസ്ത്ര ചർച്ചയ്ക്കാണ് തുടക്കമിട്ടത്. ബൈബിളിലെ പഴയ നിയമത്തിലും ചാവുകടൽ ചുരുളുകളിലും വിവരിക്കുന്ന അതീന്ദ്രിയ ശില്പങ്ങളാണ് ഒഫാനിം. ചക്രങ്ങൾക്കുള്ളിൽ ചക്രങ്ങളുള്ളതും കണ്ണുകൾ നിറഞ്ഞതുമായ മാലാഖമാരായാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. പെന്റഗൺ വീഡിയോയിലെ വസ്തുവിന് ഈ മാലാഖമാരുടെ രൂപവുമായി സാമ്യമുണ്ടെന്ന വാദമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ആധുനിക ശാസ്ത്രവും പുരാതന മതവിശ്വാസങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഇതിനെ പലരും കാണുന്നു. സാധാരണഗതിയിൽ UFOകളെ അന്യഗ്രഹ ജീവികളുടെ വാഹനമായാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ ആകാശത്ത് കാണപ്പെടുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ യഥാർത്ഥത്തിൽ അദൃശ്യ ലോകത്തെ ജീവികളാണോ എന്ന ചോദ്യം ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു. പുരാതന മനുഷ്യർ ദൈവങ്ങളായും മാലാഖമാരായും കണ്ടത് ഇത്തരം അത്യാധുനിക പേടകങ്ങളെയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 8 കോണുകളുള്ള നക്ഷത്ര രൂപം എന്നത് മിഡിൽ ഈസ്റ്റിലെയും മറ്റു പല പുരാതന സംസ്കാരങ്ങളിലെയും ഒരു പ്രധാന ചിഹ്നമാണ്. സുമേറിയൻ, ബാബിലോണിയൻ സാംസ്കാരിക ചരിത്രങ്ങളിൽ ഈ ചിഹ്നത്തിന് ദൈവങ്ങളുമായുള്ള ബന്ധം സൂചിപ്പിച്ചിട്ടുണ്ട്. പെന്റഗൺ വീഡിയോയിൽ കാണുന്ന വസ്തു ഇത്രയും കൃത്യമായ ഒരു രൂപം കൈവരിച്ചത് യാദൃച്ഛികമല്ലെന്ന് നിരീക്ഷകർ പറയുന്നു. ഇത് കാറ്റിന്റെ ദിശയിലല്ല സഞ്ചരിക്കുന്നത് എന്നതും ഇതിന് സ്വയം ചലിക്കാനുള്ള ശേഷിയുണ്ടെന്നതും ഗൗരവകരമായ കാര്യമാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ദീർഘകാലമായി ഇത്തരം തിരിച്ചറിയപ്പെടാത്ത വിചിത്ര വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ വശങ്ങൾ ഉണ്ടെന്ന സൂചനകൾ ആദ്യമായാണ് ഒരു ഔദ്യോഗിക പ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകുന്നത്. അന്ന പൗളീന ലൂണയുടെ പരാമർശം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും ഇതിനു പിന്നിൽ പെന്റഗണിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരിക്കാമെന്നും പലരും വിശ്വസിക്കുന്നു. ഡെഡ് സീ സ്ക്രോളുകളിൽ ഇത്തരം സ്വർഗീയ വസ്തുക്കളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ പറയുന്നത് ഇത് മനുഷ്യർ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യയാകാമെന്നാണ്. റഷ്യയോ ചൈനയോ അമേരിക്കയോ രഹസ്യമായി നിർമ്മിച്ച ഏതെങ്കിലും ഡ്രോൺ ആകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഈ വസ്തുവിന്റെ വേഗതയും അന്തരീക്ഷത്തിലെ ചലനങ്ങളും ഭൗതികശാസ്ത്ര നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. എഞ്ചിനുകളോ ചിറകുകളോ ഇല്ലാതെ എങ്ങനെയാണ് ഇവ ഇത്ര സുഗമമായി ആകാശത്ത് നിലനിൽക്കുന്നത് എന്നത് അജ്ഞാതമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ കാട്ടുതീ പോലെ പടരുകയാണ്. ഏഞ്ചൽ UFO എന്ന പേരിലാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബൈബിളിലെ യെഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വിവരിക്കുന്ന സ്വർഗീയ രഥങ്ങളുമായി ഇതിനെ ബന്ധിപ്പിച്ചാണ് പല സിദ്ധാന്തങ്ങളും പുറത്തു വരുന്നത്. ആകാശത്ത് കണ്ണുകളുള്ള ചക്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെന്ന പ്രവാചകന്റെ വിവരണം പെന്റഗൺ വീഡിയോയിലെ രൂപത്തിന് സമാനമാണെന്ന് ഇവർ വാദിക്കുന്നു. മറ്റൊരു ഭാഗം ഇതിനെ അന്യഗ്രഹ ജീവികളുടെ പ്രോബുമായി കാണുന്നു. പ്രപഞ്ചത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനായി എത്തിയ യന്ത്രങ്ങളാകാം ഇവ. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരം ഇന്ധനമോ ഊർജമോ ആണ് ഇവ ഉപയോഗിക്കുന്നത്. അന്യഗ്രഹ ജീവികൾക്ക് നമ്മെപ്പോലെ ഒരു ശരീരം ഉണ്ടാകണമെന്നില്ലെന്നും അവർ പ്രകാശത്തിന്റെയോ ഊർജത്തിന്റെയോ രൂപത്തിലാകാം സഞ്ചരിക്കുക എന്നുമുള്ള സിദ്ധാന്തങ്ങളും സജീവമാണ്. പെന്റഗൺ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ്. ലോകത്തെ ഒരു വലിയ വെളിപ്പെടുത്തലിനായി അവർ തയ്യാറാക്കുകയാണോ എന്ന് പലരും സംശയിക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ലെന്ന സത്യം മനുഷ്യർ പതുക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ ഓരോന്നായി റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ ബൈബിളിലെ പരാമർശങ്ങൾ കൂടി വന്നതോടെ
ചർച്ചകളുടെ മാനം തന്നെ മാറിപ്പോയി. ഇൻഫ്രാറെഡ് ക്യാമറകളിൽ മാത്രം തെളിയുന്ന ഇത്തരം വസ്തുക്കൾ സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ്. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അത്യാധുനിക സെൻസറുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. ഇത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ വിഷയത്തിൽ പെന്റഗൺ ഇതുവരെ ഔദ്യോഗികമായ കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. വീഡിയോ സത്യമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ല. തിരിച്ചറിയാത്ത പ്രതിഭാസം എന്ന ലേബലിൽ അവർ ഇതിനെ ഒതുക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾ ഇതിനു പിന്നാലെ പോകുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ അധികവും പകർത്തിയിരിക്കുന്നത്. ഇത് മറ്റൊരു കൗതുകകരമായ വസ്തുതയാണ്. ഡെഡ് സീ സ്ക്രോളുകളിലെ പരാമർശങ്ങൾ ഈ UFO വീഡിയോയ്ക്ക് ഒരു ചരിത്രപരമായ ആധികാരികത നൽകുന്നുണ്ടോ എന്നും ഗവേഷകർ പരിശോധിക്കുന്നു. പുരാതന കാലം മുതൽക്കേ ഇത്തരം വസ്തുക്കൾ മനുഷ്യനെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ തെളിവായി വേണമെങ്കിൽ ഇതിനെ കാണാം. അക്കാലത്തെ മനുഷ്യർ തങ്ങളുടെ പരിമിതമായ അറിവ് വെച്ച് ഇവയെ മാലാഖമാരായി ചിത്രീകരിച്ചു. എന്നാൽ ഇന്ന് ഇതിനെ സാങ്കേതിക വിദ്യയുടെ കണ്ണിലൂടെ കാണുന്നു. ഈ 8 കോണുള്ള വസ്തു ഒരേ സമയം മതത്തെയും ശാസ്ത്രത്തെയും ഒരു ബിന്ദുവിൽ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പുരാണങ്ങളായി തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന ചിന്ത വിശ്വാസികളിൽ ഉണ്ടാക്കാൻ ഇതിന് സാധിച്ചു. അതേസമയം അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം തെളിയിക്കാൻ ശാസ്ത്രത്തിന് ലഭിച്ച മറ്റൊരു തെളിവായും ഇതിനെ കാണാം. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല, മറിച്ച് ഓരോ പുതിയ വെളിപ്പെടുത്തലും കൂടുതൽ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഭാവിയിൽ ഇത്തരം കൂടുതൽ വീഡിയോകൾ പുറത്തു വരുമ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതേണ്ടി വന്നേക്കാം. ആകാശത്ത് കാണപ്പെടുന്ന ഈ വിചിത്ര രൂപങ്ങൾ നമ്മെ നിരീക്ഷിക്കുകയാണോ അതോ സംരക്ഷിക്കുകയാണോ എന്ന ചോദ്യം ബാക്കിയാണ്. പെന്റഗണിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സത്യം എന്താണെന്ന് ഇനിയും വ്യക്തമല്ലെങ്കിലും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന തിരിച്ചറിവ് ഈ വീഡിയോ നൽകുന്നു. ലോകമെമ്പാടുമുള്ള UFO വേട്ടക്കാർക്കും ശാസ്ത്രജ്ഞർക്കും ഇതൊരു വലിയ വഴിത്തിരിവാണ്. നമുക്ക് ചുറ്റുമുള്ള നിഗൂഢതകളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ 8 കോണുള്ള നക്ഷത്രം വീണ്ടും ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു.